അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരിയല്ല, എൻ്റെ തള്ള പിഴച്ചത് കൊണ്ടാണ് ഞാൻ പിഴച്ചത്. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ തള്ള പിഴയായത് കണ്ടാണ് ഞാനും പിഴയായിപ്പോയത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എൻ്റെ തള്ള പിഴച്ച് വളർത്തിയതാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ പിഴയായിപ്പോയി. ഇത്ര എനിക്ക് പബ്ലിക്ക് പറയാൻ പറ്റൂ. പക്ഷെ ഞാൻ ഒരുത്തൻ്റെ കൂടെ ചാറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ 4 പേരെ സ്നേഹിച്ചു, ഞാൻ എടുത്തു. 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഈ തള്ള പിഴച്ച് കാരണം കൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സിനെ ഇട്ട് അലച്ചിട്ട് ഞാൻ ഇതുവരെ ഒരാളിനെ അല്ലാതെ എടുത്തിട്ടില്ല. ഞാൻ ഒരൊറ്റ കാര്യം ഒന്ന് പബ്ലിക്കിൻ്റെ മുമ്പ് വെളിപ്പെടുത്തിയാണ് മുഹറായിട്ട്. എൻ്റെ വാപ്പ ചെറുതിലെ മണൽ വണ്ടിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ വാപ്പ ചെറുതിലെ ലോകത്തിനോട് സാക്ഷി നിർത്തി, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, എനിക്കിതിന് എന്തു വന്നാലും കുഴപ്പമില്ല, മണൽ വണ്ടി പൊയ്ക്കൊണ്ട് നിൽക്കുമ്പോൾ കുടുംബസമേതമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേ എൻ്റെ വാപ്പ രാത്രി 2 മണിക്കാണ് മണൽ വണ്ടി പോണത്. അന്ന് എനിക്ക് 4 വയസ്സ്, 3.5, 4 വയസ്സ്. അപ്പം എൻ്റെ കണ്ണിലൊരു കാണാൻ പറ്റാത്തൊരു കാഴ്ച കണ്ട്. അത് 1 തവണ അല്ല, 2 തവണയല്ല, 3 തവണയല്ല, 4 തവണയല്ല. ആ കാഴ്ച 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ ചോദ്യം ചെയ്ത് ഉമ്മ അന്ന് ആസിഡ് എടുത്ത് കുടിച്ചു. എൻ്റെ കഴുത്തിന് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച്. അന്ന് ഓടിട്ട വീടാണ്. സ്നേഹ ഹോസ്പിറ്റലിലായിരുന്നു കല്ലമ്പലത്തിൽ. അപ്പോഴേ അതിലൊക്കെ ഭയങ്കര വിഷയങ്ങളായതാണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഷാൻ ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നം. തള്ളക്ക് റഹീമുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അതാണ് പ്രശ്നം. ഷാന് ഷംസൂനെ ഇതുപോലെയായിരുന്നു തള്ള, ഭയങ്കര ഉപദ്രവമായിരുന്നു. റഹീമിന്റെ മോളാണ്. മസ്റൂറാരെ തന്ത ആരാണെന്ന് ഞാൻ പറയണം, അല്ലേ? ഞാൻ പറയണം. ഇന്നലെ ഞാൻ മസ്റൂറ തന്ത ആരാണെന്ന് ഞാൻ പറയണം. കാരണം ഞാനാണ് കൂടെ കിടന്നത്. ഞാൻ അവൻ്റെ കൂടെ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. റഹീം മസ്റൂറാരെ മോളാണെന്ന് തെളിയിക്കട്ടെ. എന്റെ പഠിച്ചവനെ, എന്തൊക്കെ തെറികളാണ് ഈ നെജില വന്നിട്ട് പബ്ലിക്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു പോകുന്നത്. ശരിക്കും ഒക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഷാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് മസ്റൂറെ അവിടെ നിന്ന് മാറ്റിയത്. അതിനും കാരണക്കാരി നെജില തന്നെയാണ്. കാരണം അവൾക്ക് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് പറയുന്നതാണ് ഷാൻ കുടിയനാണ്, പെണ്ണുപിടിയനാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ വന്നിരുന്നിട്ട് വിളിച്ചു പോകുന്നത് നെജില തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നെജിലയുടെ വീട്ടുകാർക്കായാലും മസ്റൂറയുടെ വാപ്പ റഹീമിനായാലും തീർച്ചയായിട്ടും കൊള്ളും. ഇതിനെല്ലാം വഴിയൊരുക്കി വെച്ചു കൊടുക്കുന്നത് തന്നെ നെജിലയാണ്. റഹീം ബാപ്പയല്ലേ, ഞാൻ സമ്മതിക്കണം. 10 വർഷമായി മോള് കണ്ടിട്ടില്ല. പക്ഷെ ഉമ്മ അന്നൊന്നും ബന്ധം പുലർത്തുന്നുണ്ട് റഹീമുമായിട്ട്. ഞാൻ മുന്നേയും പല പ്രശ്നങ്ങളും റഹീമുമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മായെ വിളിക്കരുത്, എൻ്റെ ഉമ്മായെ വിളിക്കരുത്, എൻ്റെ ഉമ്മായെ വിളിക്കരുത്. നമ്മളെ ജീവിതം തുടങ്ങിയപ്പോഴും ഉമ്മാണ് കൂടുതൽ റഹീമിനെ ഗൾഫിൽ നിന്ന് സംസാരിക്കുന്നത്. പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് ആരറിഞ്ഞാലും ശരി തന്നെ, എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയിപ്പോൾ വാപ്പ അത്രയും പ്രായമായില്ലേ, റഹീം ഉമ്മായി ഒരേ പ്രായമല്ലേ. ഞാൻ അവൻ്റെ അടുത്ത് വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ എൻ്റെ ഉമ്മായെ വിളിക്കരുത്, നീ എൻ്റെ ഉമ്മായെ വിളിക്കരുത്, നീ എൻ്റെ ഉമ്മായെ വിളിക്കരുത് എന്ന്. അവൻ 3 കൊച്ചുങ്ങളുള്ള ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് 2 കൊച്ചുങ്ങൾ എത്തിങ്ങാനേലും ആക്കുന്നു. ഈ സ്ത്രീക്ക് ഇതിൻ്റെയൊക്കെ വല്ല കുഴപ്പമുണ്ടായി? ഈ സ്ത്രീക്ക് തലയെ പൊറുക്കാൻ വയ്യാത്ത കടത്തിൽ നിൽക്കുകയാണ് മക്കളെ. ഈ വീട് ജപ്തി കെട്ടുമാണ്. അവരെ വീടും വെക്കാൻ വേണ്ടി ഈ വീട് പണയപ്പെടുത്തിയതാണ്. അന്ന് വസ്തു പണയപ്പെടുത്തിയതാണ്. അന്ന് ഞാൻ പറഞ്ഞു ഈ വസ്തു ജപ്തിക്ക് പോവേണമെങ്കിൽ ഞാൻ വീട് വെക്കൂലെന്ന്. ഇപ്പം തലയ്ക്ക് പൊറുക്കാൻ വയ്യാത്ത പ്രാരാബ്ധമാക്കി ഇട്ടേക്കാണ് എനിക്ക്. 3 മാസം കൂടെ കഴിയുമ്പോൾ ഈ വസ്തു വീടും പെരടവും ജപ്തിയാണ്. അറിയാമോ? നമ്മളെ നാവായിക്കുളത്ത് സൊസൈറ്റിയിൽ ചെന്ന് നിങ്ങൾക്ക് തിരക്കിയാൽ അറിയാം. ഞാൻ ബന്ധുവാണ്, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം എപ്പോഴാണ് തീരുന്നത്? ഇത് വീട്ടുകാർ തന്നെയാണല്ലോ പ്രശ്നം. വീട്ടുകാരാണല്ലോ രായമ്മയുടെ അടുത്ത് ഞാൻ അഴുക്ക സ്ത്രീയാണ് എന്ന് പബ്ലിക്കിൽ തുടക്കം കുറിച്ചത്. റഹീം മസ്റൂറ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനൊരു നഷ്ടപരിഹാരം മേടിച്ചിട്ടില്ല. ഇതൊക്കെ വാക്കാലെ പറഞ്ഞ കാര്യമില്ല. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. റഹീം നശിപ്പിച്ചതിന് തെളിവുണ്ട്. റഹീമിന് ഗൾഫിലോട്ട് അയച്ചു കൊടുത്തതിന് തെളിവുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ട്. ഇല്ല, റഹീമിനെ കൊണ്ട് നടക്കുന്നത് എൻ്റെ ഉമ്മയാണെങ്കിൽ അതിൽ എൻ്റെ വാപ്പാരെ കഴിവേണമെന്നേ പറയാൻ പറ്റൂ. എൻ്റെ വാപ്പ പാവമാണ്. എന്നെ എത്ര അടിക്കാൻ വന്നാലും ഇടിക്കാൻ വന്നാലും എൻ്റെ വാപ്പ പാവമാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. വാപ്പാക്ക് പല കാര്യങ്ങളും കണ്ടില്ലാന്ന് നടിക്കാനേ പറ്റുള്ളൂ. ഇന്നാൾ വരെയും എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. വലിയമ്മച്ചി വരക്കോ ഒത്തുതീർപ്പാക്കോ പ്രശ്നങ്ങളായിരുന്നു. വാപ്പായോട്ട് ഇമ്മ സഹകരിച്ച് പോകൂലായിരുന്നു. അതൊക്കെ കണ്ടാണ് നമ്മൾ വളർന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ ലൈഫൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴും യൂട്യൂബിലെ പലരിടത്തും എൻ്റെ ഉമ്മ അപമര്യാദയായ രീതിയിലാണ് സംസാരിക്കുന്നത്.
എനിക്ക് പബ്ലിക്കിൻ്റെ മുമ്പ് സഹായം ചോദിച്ച് വീട് വെക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. ഈ തള്ള എൻ്റെ സ്വർണങ്ങളും എൻ്റെ പ്രമാണവും ലോണും ജപ്തിഘട്ടവും എന്നിട്ട് ഇതാ ഇപ്പം ലേലത്തിൽ പോയെന്ന് പറയുന്നത്. പക്ഷെ അതെടുത്ത് മറിച്ച് വിൽക്കുകയാണ് ചെയ്തത് ബാങ്കിൽ തിരക്കിയപ്പം. ഈ തള്ള ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. മുഷ്താഖ് മോൻ്റെ കയ്യിലൊരു കൈച്ചയും കിടന്ന് അത് ഊരിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാനൊന്ന് ഇവർക്ക് എന്നെ ഒറ്റയ്ക്ക് ഭരിക്കണം. കട്ടിനടിയിൽ കിടന്നെന്ന് എൻ്റെ തള്ളേരെ നാവുകൊണ്ടല്ലേ പറഞ്ഞത്. ആ കട്ടിൻ്റെ അടിയിൽ ഒന്ന് കാണിച്ചു കൊടുത്താണ് കിടക്കാൻ പറ്റുമെന്ന്. കൊച്ചു പിള്ളേരും എല്ലാം കയറി കിടന്നാൽ കിടന്നു. ഈ കട്ടിലടി കിടക്കാൻ പറ്റൂ, ഈ കട്ടിലടി കിടക്കാൻ പറ്റൂ. കൊച്ചു പിള്ളേർ കയറി കിടന്നാൽ കിടന്നു, അല്ലെങ്കിൽ കട്ടിലടി കിടന്നു. മര്യാദക്ക് ചോദിച്ചതല്ലേ? കട്ടിൻ്റെ അടിയിൽ എല്ലായിടത്തും ചോദിച്ചു, ഒരാദ്യം ചോദിച്ചില്ല. ഏറ്റവും ബാക്കി അവള് ചാനൽ തുടങ്ങിയതല്ല, അതിനകത്ത് അവള് 2 മാസം കൊണ്ടേ ഷോർട്ട് ഇട്ട് തുടങ്ങി. പക്ഷെ ഇന്നലെ അവള് തന്നെയാണ് കെണി ഒരുക്കി വെച്ചേക്കണത്. ഇപ്പൊ റഹീം മസ്റൂറ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയാലും മസ്റൂറ എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയാലും എന്നെ ബാധിക്കുന്ന യാതൊരു പ്രശ്നങ്ങളും അല്ല. ഞാൻ തീരുമാനിക്കണം അത് റഹീമിന്റെ മോളാണോ അല്ലയോ എന്ന് ഞാൻ തീരുമാനിക്കണം. അവൻ ഇവിടെ നിന്ന് 1 മാസം അവനൂടെ പുറത്തിട്ട് ഞാൻ തീരുമാനിക്കണം അത് റഹീമിന്റെ കുട്ടിയാണോ അല്ലേന്ന് ഞാൻ തന്നെ തീരുമാനിക്കണം. കഴിഞ്ഞ ആഴ്ച ഇവര് കൊട്ടിയത്ത് പോയി റൂം എടുത്ത് ചെലവുണ്ട്. പക്ഷെ അത് കാണിച്ച പിന്നെ ഇവര് എന്താണ് ആ മക്കൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. പോട്ട് എന്ന് പറഞ്ഞ വിടയും മോക്കില്ലാത്ത ബന്ധം തോന്നുന്നത് തള്ളക്കി. ആദ്യടാ സ്വന്തം റഹീമിന്റെ സ്വന്തം ഭാര്യനെ ജോലിക്ക് വിടാതെ ചെറിയ കൊടുക്കാൻ നോക്കണം. അല്ല അവളെ ജോലിക്ക് വിട്ടിട്ട് കണ്ടവന്മാരെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന് ആ വീടിന്റെ വാടക കൊടുക്കുന്ന അവളാണ്, ഭക്ഷണം കൊടുക്കുന്ന അവളാണ്. അവിടെ കിടന്ന് ആടി പൊടിക്കണണ്ട. റഹീം മസ്റൂറാന്ന് ചാനൽ തുടങ്ങി എങ്കിൽ അവരൊരു വീഡിയോ പിടിച്ചങ്ങ് പബ്ലിക്കിലിട്ടാണ്. അവർ ഇത്രയും വീട് കയറി അടിക്കാൻ തൻ്റെ അടിയുള്ളൊരു സ്ത്രീയാണ് എൻ്റെ ഉമ്മയെന്ന് എനിക്കൊന്ന് അറിയണമല്ലേ. ഇത്രയ്ക്കും വീട്ടിൽ ഇരുന്നിട്ട് പോലും ജീവിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ തെറി പറയുന്നല്ല. വാപ്പാക്കൊരു കഴിവുമില്ല. ഇന്നലെ വാപ്പായൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് വാപ്പ എത്ര തവണ അടിക്കാൻ കയറിയെന്ന ഈ സ്ത്രീനെ. കഴിഞ്ഞ അങ്ങേ ആഴ്ച അതാണ് ആൾക്കാർ അവിടെ വന്ന് പാരിപ്പള്ളി എന്തൊക്കെയാ ഫോൺ ഇങ്ങെടുത്താണ്. റഹീമിനെ എന്തിനു ഉമ്മാക്ക് എന്തോ 10 വർഷമായി ബന്ധം തീർന്നിട്ട്, പക്ഷെ അവനെ ഇപ്പോഴും വിളിയുണ്ട് എൻ്റെ ഉമ്മ. അതാണ് പ്രശ്നം. 24 മണിക്കൂറും സംസാരിക്കുന്നത് അവന്റെ കൂടെ തന്നെയാണ്. ഇപ്പോഴൊന്നല്ല, നേരത്തെ ഉണ്ട്. എന്തിനാണ് റഹീമിനെ തെളിവ് വേണമെങ്കിൽ തരാം. തെളിവ് തന്നാ ഈ തള്ളനെ ആമകൾ കൊല്ലും. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. റഹീം മസ്റൂറ ചാനൽ തുടങ്ങണം. എനിക്കിപ്പോ ഒരു കുന്തവും ഇല്ല. 10 വർഷം അവൻ വളർത്തിയെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇവര് കൊട്ടിയത്ത് പോയി റൂം എടുത്ത് ചെലവുണ്ട്. പക്ഷെ അത് കാണിച്ച പിന്നെ ഇവര് എന്താണ് ആ മക്കൾ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്. പോട്ട് എന്ന് പറഞ്ഞ വിടയും ഇത്തരം പേക്കൂത്തുകൾ വന്നിട്ട് പബ്ലിക്കിൽ കാണിക്കുമ്പോൾ അവള് പോലും അറിയുന്നില്ല അവളുടെ മാനമാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ആ മക്കൾ നാളെ സ്കൂളിലേക്കൊക്കെ പോകേണ്ട മക്കളല്ലേ. ഒരു ഉമ്മയുടെ വായിൽ നിന്ന് ഈ രീതിയിലൊക്കെ കേൾക്കുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളായാലും അധ്യാപകരായാലും ഇവരെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് എന്തായിരിക്കും ഈ കുട്ടികളോടുള്ള ഈ സമീപനം? ഇതൊന്നും ഇവക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ? എന്തായാലും ഇവക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ.